ലോകത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും ഫാസിസ്റ്റ് ഭരണാധികാരികൾ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കൊലപാതകങ്ങൾ നടത്തിയത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെങ്കിലും സ്റ്റാലിൻ്റെ റഷ്യ ആണെങ്കിലും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളോ കൊലപാതക പരമ്പരകളോ അല്ലെങ്കിൽ കൊലപാതകത്തിന് അടുത്തു വരെ നിൽക്കുന്ന അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളോ നടക്കുന്ന സ്ഥലമായി നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകൾ കൂടി മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ കണ്ടത് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ്. ആ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഒരു പറ്റം 3ാം വർഷത്തെ വിദ്യാർത്ഥികൾ 1ാം വർഷത്തിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. നിങ്ങൾ എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല. നമുക്കത് അധിക നേരം കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം കോമ്പസ് വെച്ച് സ്വന്തം അനിയനാകാൻ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ കുത്തുകയും കീറി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അതിക്രൂരമായിട്ടുള്ള ദൃശ്യമാണ് അതിനുള്ളത്. പിന്നെ ജനനേന്ദ്രിയമടക്കമുള്ള പ്രൈവറ്റ് പാർട്ടുകളിൽ ഡമ്പൽ വെച്ചിടിക്കുകയും അത് കെട്ടിവലിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റു ദൃശ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ മുഴുവനായും ഞാൻ കണ്ടില്ല. ഇതെല്ലാം ചെയ്തത് ഏതെങ്കിലും നമ്മളറിയുന്ന മുംബൈ അധോലോകത്തെ ക്രിമിനൽസ് അല്ല, പകരം കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പ്രാപ്തരായത് എന്നുള്ളത് വിശദമായി പരിശോധിക്കുകയാണ് നമ്മളിവിടെ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ പേര്, 2ാം പ്രതിയായ ഒരു വിദ്യാർത്ഥിയുടെ പേര് രാഹുൽ രാജ് എന്നാണ്. 5 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മുഴുവൻ പേരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. രാഹുൽ രാജ് എന്നാണ്. ആ രാഹുൽ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മലപ്പുറത്തുള്ള വണ്ടൂരിലെ SFIയുടെ സെക്രട്ടറി ആയിരുന്നു. കൂടാതെ ഇപ്പോഴും SFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു സംഘടനയുടെ ഈ പറയുന്ന നേതാവാണ് അയാൾ. ആ സംഘടന എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നഴ്സിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന. അത് SFI അല്ലെങ്കിലും SFI തന്നെയാണ്, CPMൻ്റെ കീഴിലുള്ള സംഘടന തന്നെയാണ്. ആ സംഘടന ഇടതുപക്ഷ സംഘടന തന്നെയാണ്, അതിൻ്റെ നേതാവാണ്. ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കും കുട്ടികൾക്കും ഇത്രമാത്രം ക്രൂരതയും ക്രൗര്യവും ഒക്കെ എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കേണ്ട വിഷയമാണ്. അത് വലിയ തോതിലുള്ള ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്നും മറന്നു പോകരുത്, 2000 മുതൽ 2021 വരെ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ 700-ലധികം, അമേരിക്കയിൽ മാത്രം 700-ലധികം വരുന്ന കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു. അത് തോക്കുകൾ ഉപയോഗിച്ച് വെട്ടിവെക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഈവനിങ്ങുകളിൽ അവർ വീടുകളിലിരുന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരുന്ന ചില ഗെയിമുകളിലൂടെ അക്രമവാസനകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിനുശേഷം വലിയ റാഡിക്കലായിട്ടുള്ള ചിന്താഗതികളിലേക്ക് ആ വിദ്യാർത്ഥികൾ മാറുകയും ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ നാരദ ന്യൂസിൽ തന്നെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ കേരളത്തിലുമുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ തൊട്ടടുത്ത് കിടന്നൊരു സംഭവം നമുക്കറിയാം. കാരണം വെറ്ററിനറി കോളേജ്, പൂക്കോട്ടൂരിലെ വെറ്ററിനറി കോളേജ്, വയനാടുള്ള വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടു. ആ കുട്ടി കൊല്ലപ്പെട്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അവിടുത്തെ വാർഡൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പ്രിൻസിപ്പളാണ്. കൂടാതെ അസിസ്റ്റൻറ്റ് വാർഡന്മാരുണ്ട്. ഈ വാർഡന്മാരും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും തമ്മിൽ എല്ലാ ശനിയാഴ്ച രാത്രികളിലും തന്നെ ചിയേഴ്സ് പറയുന്ന കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്. ആ കമ്പനി ആയിരുന്നു എന്ന് മാത്രമല്ല, സിദ്ധാർത്ഥൻ ഇത് കൊല്ലപ്പെട്ടതിന് ശേഷം ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളെ സിനിമക്ക് പറഞ്ഞു വിടുകയും സിനിമ കണ്ടു കഴിഞ്ഞു വന്നതിന് ശേഷം ഞങ്ങളാരും വന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് സിനിമാ ടിക്കറ്റുകൾ ഹാജരാക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ വയനാട്ടിലെ തന്നെ CPMൻ്റെ നേരത്തെയുള്ള ജില്ലാ സെക്രട്ടറിയും MLAയും ആയിരുന്ന ഒരാൾ തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് വരെ ചെന്ന് വന്ന് മജിസ്ട്രേറ്റ് ഇയാളെ പണിക്ക് പുറത്താക്കിയെന്നുള്ള കഥകളും നമ്മൾ കേൾക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കേരളത്തിൽ ഒരു ചുവന്ന കൊടി പിടിക്കുന്ന സംഘടനയുടെ കീഴിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോഷക സംഘടനകളുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വൃത്തികേടും ചെയ്യാം, നിങ്ങളിവിടെ സംരക്ഷിച്ചോളുമെന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. CPMക്കാർ മറന്നു പോകരുത്. ഇത്തരത്തിലുള്ളൊരു തോന്നൽ ബംഗാളിലേക്ക് വന്നപ്പോഴാണ് നിങ്ങളുടെ നാശം തുടങ്ങിയത്. അതായത് നിങ്ങളുടെ ക്രിമിനലൈസേഷനും ക്രിമിനൽ വൽക്കരണവും ഒക്കെ തന്നെ ഏറ്റവും പോഷക സംഘടനയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
അതാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കോടതികളുമൊക്കെ അടിയന്തരമായി നടപടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ഈ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം അത് പുറത്തു പറയാൻ ആ കുട്ടി അത്യധികം ഭയത്തോടും ഭീതിയോടും കൂടി നിൽക്കുകയാണ്. കാരണം നമ്മുടെ ക്യാമ്പസുകളൊക്കെ ഭീതി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭരിക്കുന്നതിൻ്റെ കാരണം ഇവർക്കുള്ള ഏറ്റവും വലിയ മസിൽ പവറാണ്. ഈ മസിൽ പവറിന് ഒപ്പം നിൽക്കുന്നവരാണ് നമ്മുടെ അവിടുത്തെ മിക്കവാറും വരുന്ന വാർഡന്മാരടക്കമുള്ള ആളുകൾ. ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ തന്നെ വാർഡൻ എന്ന് പറയുന്നത് ടെക്നിക്കലി അവിടുത്തെ പ്രിൻസിപ്പളാണ്. അസിസ്റ്റന്റ് വാർഡൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. ആ ഫാക്കൽറ്റികൾക്കോ ഇവർക്കോ ഒന്നും ഒരു ഉത്തരവാദിത്വമാക്കേണ്ടി വന്നില്ല. പകരം അവിടെ ദിവസക്കൂലിക്ക് ടെമ്പററി വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജോയ് എന്നോ പേരുള്ള ഒരാളുടെ അയാളെ അങ്ങോട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. മഹാരാജാസ് കോളേജിലും ഒക്കെ നമുക്കറിയാലോ, അതായത് പ്രിൻസിപ്പളുടെ കസേര കത്തിച്ചവരൊക്കെ തന്നെ പിന്നീട് മാർക്ക് കൂടുതൽ കൊടുക്കുകയും വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാതെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യൂണിയനുകളും അതുപോലെ തന്നെയുള്ള അധ്യാപക സംഘടനകളും ഒക്കെ ഉള്ള ഒരു നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ആളുകളും ആ കുറ്റങ്ങളെ നിയന്ത്രിക്കാനുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്ര പ്രിൻസിപ്പൽമാരാണ്, എത്ര ഈ പറയുന്ന പോലെ ആളുകളാണ് ഈ പൂക്കോട് ജി സിദ്ധാർത്ഥൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടത്? ഈ പറയുന്ന തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്ന വാർഡന്മാരും ഇവരെ സിനിമക്ക് പറഞ്ഞു വിട്ട ആളുകൾക്കുമെതിരെ ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തില്ല എന്ന് മാത്രമല്ല, പൂക്കോട്ടൂർ വെറ്ററിനറി സർവകലാശാലയിലെ പ്രതികൾക്ക് വീണ്ടും അവരുടെ ഭാവിയെ കരുതി പരീക്ഷ എഴുതാൻ അനുവദിക്കുന്ന കോടതികളുമാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നാടെപ്പോൾ നന്നാകും എന്നുള്ളതാണ് ആലോചിക്കാനുള്ളത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി ഒരു തലധാരിഴക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ഇതിനോട് എന്തെങ്കിലും എതിർശബ്ദം ഉയർത്തുകയും വീണ്ടും ഇവിടെ ചെല്ലുകയും ചെയ്തിരുന്നുവെങ്കിൽ, വീണ്ടും ആ കോളേജിലേക്ക് ചെല്ലുകയും ചെയ്തിരുന്നുവെങ്കിൽ ഏതാണ്ട് സിദ്ധാർത്ഥൻ്റെ അതേ അവസ്ഥ തന്നെ ഉണ്ടായേനെ. സിദ്ധാർത്ഥൻ്റെ അതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. 3 ദിവസം 150ഓളം വരുന്ന കുട്ടികൾ കണ്ടു നിൽക്കെ പീഡിപ്പിച്ച് കൊന്നു എന്ന് മാത്രമല്ല, കൊന്നതിനൊക്കെ ശേഷവും ആന്തൂർ സാജനെയും ഈ സിദ്ധാർത്ഥനെയും ഒക്കെ തന്നെ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടുത്തി ഒന്ന് നാറ്റിക്കാനുള്ള ശ്രമം കൂടി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു നടപടിയും 2009 കേന്ദ്ര ഗവൺമെൻറ് UGC കൊണ്ടുവന്നിട്ടുള്ള ആൻറ്റി റാഗിംഗ് ആക്ട് പ്രകാരം നടപടിയെടുക്കുകയും വാർഡന്മാരെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡന്മാരെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പേടിയുണ്ടാവൂ. അങ്ങനെ പേടിയുണ്ടെങ്കിൽ അവർ കൃത്യമായി നടപടിയെടുത്താൽ ഒരു കുട്ടിയും റാഗിങ്ങിൻ്റെ പേരിൽ ഇന്ത്യയിലും കേരളത്തിലും ഒന്നും പീഡിപ്പിക്കപ്പെടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോഴും അടുത്ത തള്ളിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ വന്ന് തള്ളും, കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്നുള്ളതാണ്. ഇതാണോ ഹബ്ബ്, അതോ ഇത് കൊലപാതകങ്ങളുടെ ഹബ്ബാണോ? ഈ പറയുന്ന വലിയ തോതിൽ അക്രമം നടത്തുന്ന വയലൻസുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ ഹബ്ബാണോ എന്നുള്ളത് കൂടി നമ്മളത് ആലോചിക്കണം. ഇനി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ നമുക്കറിയാലോ 2 പേര് ഒരു കുത്തുകേസിലടക്കം പ്രതിയായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് PSC പരീക്ഷയിൽ 31ാമത്തെ റാങ്കിലേക്ക് വന്നത്, കോപ്പി അടിച്ചുകൊണ്ട് സൗകര്യം ചെയ്തു കൊടുത്തതെന്ന് നമുക്കറിയാം. ഒരാൾ 1ാമത്തെ റാങ്കിലേക്ക് വന്നതെന്ന് നമുക്കറിയാം. ഇവരൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും CPM-നും ഒക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ സംരക്ഷണം കിട്ടുമെന്ന് മാത്രമല്ല, അവരുടെ ജീവിതമൊക്കെ സുരക്ഷിതമാക്കാനുള്ള പല സംഭവങ്ങളും കൂടി പാർട്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള കയ്യാങ്കളിയൊക്കെ നടത്തിയാലും ഭാവി സുരക്ഷിതമാക്കാമെന്ന് നമ്മുടെ കുട്ടികൾ വിചാരിക്കും. കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിലെ മുൻ അംബാസഡറായിരുന്ന ശ്രീനിവാസനെ തല്ലിയവന് പാർട്ടി ജോലി കൊടുത്തു. അതുകൊണ്ട് ഈ പറയുന്ന ഇതിലെ 2ാം പ്രതിയായിട്ടുള്ള രാഹുൽ രാജിനെയും കാത്തിരിക്കുന്നത് വലിയ സമ്മാന പൊതികളായിരിക്കും LDF-ൻ്റെയും CPM-ൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. പക്ഷെ അത് ആ സമയം വരെ CPM ഉണ്ടാകുമോ, കേരളത്തിൽ ഭരണത്തിലിരിക്കുമോ എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ.